കന്യാകുമാരിയിൽ എത്തിയവരെ വാഹന മാർഗത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് റോഡ് മാർഗമായിരിക്കും കൊണ്ടുവരിക എന്ന് നമ്മുടെ ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്? നിലവിൽ അവിടെ ഉണ്ട് എന്ന് ഈ മത്സ്യത്തൊഴിലാളി തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഫോണിൽ നിന്ന് വിളിച്ചാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നേ. ഏറ്റവും ആദ്യം അവർ പരിഗണന നൽകിയത് ഈ പറയുന്ന 4 പേരെ എത്തിക്കണം. ഇവരെല്ലാവരും ഒരു ദിവസത്തിലധികമായി വെള്ളവും ഭക്ഷണവും കഴിച്ചിട്ട് ഈ റെസ്ക്യൂ ബോട്ടിൽ ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ വൈദ്യപരിശോധന തുടങ്ങിയ കാര്യങ്ങളുണ്ട്. MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അല്പസമയം മുൻപാണ് മന്ത്രി പോയത്. എന്തായാലും ആ മന്ത്രി പോയ ശേഷമാണ് ബാക്കിയുള്ള 4 പേരെ കൂടി കിട്ടിയെന്ന വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഏകോപനം നടക്കുന്നതേ ഉള്ളൂ. അതായത് എന്തായാലും റോഡ് മാർഗം തന്നെ ആയിരിക്കും അവരെ കൊണ്ടുവരാൻ സാധ്യത. കാരണം ഇവർ സഞ്ചരിച്ച ബോട്ടിന് എഞ്ചിൻ തകരാറായിരുന്നു ഉണ്ടായിരുന്നത്. അത് പരിഹരിച്ചുകൊണ്ട് ഇവർ തിരിച്ചു വരികയായിരുന്നതുകൊണ്ട് ആ ബോട്ട് കൂടി എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ ഏറ്റവും ഒടുവിൽ കിട്ടിയ 4 പേരെ സംബന്ധിച്ച് അവരുടെ ബോട്ട് തകരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ബോട്ട് തലകീഴായി മറിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ വരിക സാധ്യമല്ല. തമിഴ്നാട്ടിൽ നിന്ന് അവർ കൊണ്ട് എത്തിക്കുകയും നിലവിൽ അത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം എത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനം. ശരി, എന്തായാലും ആശ്വാസത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ വിഴിഞ്ഞം തീരത്ത് നിന്ന് നമ്മൾ കണ്ടത്. രാവിലെ അലമുറയിട്ട് കരയുന്ന കുടുംബാംഗങ്ങളെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയും അവരെ തിരികെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരെ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത്. വലിയ ആശ്വാസത്തിന്റെ ഒരു നിമിഷമാണ് വിഴിഞ്ഞം തീരത്ത്. 8 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8 പേരെയും കാണാതായ 8 പേരെയും ഇപ്പോഴാ തീരത്ത് എത്തിച്ചിരിക്കുകയാണ്. ആ കുടുംബം വലിയ വേദനയോടെ, എല്ലാ കുടുംബങ്ങളും വലിയ വേദനയോടെ ഇരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ വലിയ ആശ്വാസമുണ്ട്. പക്ഷെ അതേസമയം ആശങ്കയാകുന്നതും വലിയ വേദനയാകുന്നതും സ്റ്റെല്ലസിൽ എന്ന മത്സ്യത്തൊഴിലാളി ഇവരെ തിരഞ്ഞിറങ്ങിയതാണ്. പക്ഷേ തിരഞ്ഞിറങ്ങിയ ശേഷം പിന്നീട് അദ്ദേഹത്തെ കാണാതാകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. ഇനി ആ ഒരാൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് സ്റ്റെല്ലസിന്റെ കുടുംബത്തിനുള്ളത്. ഇപ്പോൾ എന്തായാലും വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 8 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 4 പേർ കന്യാകുമാരി തീരത്തും എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആളുകളാണ്. ഇവരെ ബോട്ടിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അവരെ തമിഴ്നാട്ടിൽ നിന്ന് മീൻപിടുത്ത സംഘം അവരുടെ ബോട്ടിലേക്ക് കയറ്റി അങ്ങനെ സുരക്ഷിതമായി തീരത്തെത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞങ്ങൾ സുരക്ഷിതരാണ് എന്നവർ അറിയിച്ചത്. അവരെ അധികം വൈകാതെ തന്നെ കേരളത്തിലേക്ക് റോഡ് മാർഗം കൊണ്ടുവരും. ഇവർ ഈ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നവരുടെ ബോട്ടും സുരക്ഷിതമായി തന്നെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് എന്നത് മറ്റൊരു ആശ്വാസകരമായ കാര്യമാണ്. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഇവരെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്? വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എങ്കിലും പ്രാഥമിക പരിശോധന ശേഷം ഉടൻ വീടുകളിലേക്ക് എത്തിക്കുമായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കില്ല. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫാദർ, രാവിലെ മുതൽ ആശങ്കയായിരുന്നു. ഇപ്പൊ എന്തായാലും ആശ്വാസത്തിന്റെ ഒരു വാർത്ത പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. വല്ലാത്തൊരു ആശങ്കയാണ്. ഇവിടെ വിഴിഞ്ഞത്ത് മാത്രമല്ല, കൊല്ലങ്കോട്, പരുത്തിയൂർ, അടിമലത്തുറ, പുല്ലുവിള ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടും സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം സമയോചിതമായി പ്രവർത്തിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് 4 പേര് ജീവനോടെ വന്നു. അവരെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി 4 പേരെ നമ്മുടെ കുളച്ചൽ ഹാർബറിൽ കൊണ്ടെത്തിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. മാത്രമല്ല റോഡ് മാർഗമായിരിക്കും ബാക്കി 4 പേർ റോഡ് മാർഗമായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും അവിടെ കൊണ്ടിറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി റോഡ് മാർഗം സ്വീകരിച്ച് കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റിന് പ്രത്യേകം, മുഖ്യമന്ത്രിക്കും പ്രത്യേകം നന്ദി പറയാനുണ്ട്. കാരണം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് CM വിളിച്ച കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. കാര്യങ്ങളുടെ ജസ്റ്റിസ് നടന്നൊക്കെ നോക്കി. ഞങ്ങളോടുള്ള ഒരു പ്രത്യേക, ഈ മനുഷ്യരോടുള്ള ഒരു പ്രത്യേക 4 പേരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊണ്ടുപോയത് വിഴിഞ്ഞം ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. വലിയ ആശ്വാസമാണ്. അത് വളരെ വലിയൊരു ആശ്വാസമാണ്. വളരെ ഉചിതമായി ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ്. ഒരു മെഡിക്കൽ ആംബുലൻസ് കടലിലുള്ളത് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് ഉള്ളത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തുറമുഖത്തിന്റെ ഇവിടെയും മണൽ ഒത്തിരി കുന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യപ്പെട്ടാൽ കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും. അല്ലെങ്കിൽ അപകടമരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ്. അപ്പം അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും രാവിലെ മുതൽ നമ്മോട് വളരെ വിഷമത്തോടെ കാര്യങ്ങൾ സംസാരിച്ചു. അമ്മേ, രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ വലിയ ആശങ്കയും സങ്കടവുമായിരുന്നു. ഇപ്പോൾ ഒരു സന്തോഷം മുഖത്തുണ്ട്, ഒരു ആശ്വാസമുണ്ട്. ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ കൃപയാല് രക്ഷകനായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് പുതുജീവനായിട്ട് സഹോദരങ്ങളെല്ലാം തിരിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു.
അമ്മ ആ പറയുമ്പോഴൊക്കെ എന്തെങ്കിലും അധികാരികൾ ചെയ്യണം എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു അർത്ഥവത്തായി അല്ലേ? അർത്ഥവത്തായി തീർന്നു. അത് ദൈവത്തിന്റെ ശക്തിയാ, കർത്താവായ രക്ഷകന്റെ ശക്തിയാ, അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രവർത്തനമാ അത്. ഇതൊന്നും അമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രതിനിധികളായ കുറെ അധികം ആളുകൾ വരുന്നു, സംവിധാനങ്ങൾ വരുന്നു അല്ലേ? അതെ അതെ, ഒരുപാട് സംവിധാനങ്ങൾ അതിനുശേഷം കണ്ടെത്തി വന്നെത്തി. അതിനൊക്കെ അവർക്ക് രക്ഷകന്റെ നാമത്തിൽ നന്ദി പറയുന്നു. അമ്മയുടെ ആരായിരുന്നു മത്സ്യബന്ധനത്തിൽ? എന്റെ സഹോദരനായിരുന്നു. അതെ, വന്നു രാവിലെ ചേച്ചി ഉണ്ടായിരുന്നു. ഭർത്താവ് തിരിച്ചെത്തിയില്ലേ? തിരിച്ചെത്തി. ആരോഗ്യസ്ഥിതിയെ സംസാരിക്കാൻ പറ്റിയോ വന്നിറങ്ങിയപ്പോ? സംസാരിക്കാൻ പറ്റിയില്ല, നമ്മൾ ദൂരോട്ടാണ് നിന്നത്, പിടിച്ചു കൊണ്ടുപോകണം. അത് കണ്ട് കാണാം. രാവിലെ കാത്തിരിക്കുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊണ്ടുവരുന്നു. ആരോഗ്യസ്ഥിതി പിന്നെ ആശുപത്രിയിൽ പോയാലല്ലേ അറിയാൻ പറ്റൂലേ? രണ്ടു ദിവസമുള്ള കാത്തിരിപ്പിന് ദൈവം കണ്ടെത്തി കൊണ്ടുവന്നതിന് കോടി നന്ദി പറയാം. അത് തന്നെയാണ് ഈ നന്ദി പറയുകയാണ്. കാരണം അവർ ഈ രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ ഇതേ ഇരിപ്പിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പുറത്തു വരുന്നുണ്ടായിരുന്നു. അവർക്ക് വാക്കുകൾ പറയാൻ കഴിയാത്തത്രയും വിഷമമുണ്ടായിരുന്നു. പ്രതീക്ഷ അറ്റുപോകുമോ എന്ന ചിന്ത പോലും. ശരി രാഹുലെ, എന്തായാലും ആശ്വാസത്തിന്റെ ഒരു വാർത്ത പങ്കുവയ്ക്കാൻ കഴിയുന്നതും നമുക്കും സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് രാവിലെ മുതൽ കണ്ണീരിന്റെ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം തീരത്ത് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നവരുടെ മുമ്പിലേക്ക് അവരുടെ പ്രാണനായ അവരുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും തിരച്ചിൽ ഇറങ്ങി ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ മഴക്കെടുതിയുടെ വാർത്തകൾ ഇതോടെ തീരുന്നില്ല. ഇനിയും വേറെയും കെടുതികൾ ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു.